ഇന്ന് നമ്മൾ ഒരു ടി വി എമ്മയുടെ ഒരു 32 ഇഞ്ച് ടി വിയുടെ കംപ്ലൈൻറ്റ് പാനൽ മാറാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. പൊട്ടിപ്പോയതാണ്, കൊച്ചെന്തോ എടുത്ത് എറിഞ്ഞിട്ട് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പുതിയ പാനൽ ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ എങ്ങനെയാണ് പാനൽ മാറുക എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ളവർ കാണേണ്ട ആവശ്യമില്ല, അറിഞ്ഞൂടാത്തവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ മാറുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പാനലൊക്കെ മാറാൻ പറ്റും. എന്ന് പറഞ്ഞിട്ട് എല്ലാ പാനലും നമുക്ക് മാറാൻ പറ്റത്തില്ല, ഓരോ പാനലിലും ഓരോ സൈസായിരിക്കും. നമ്മളിപ്പോൾ ബാക്ക് കവർ തുറന്നായിരുന്നു, ഇത് വന്നിരിക്കുന്ന പാനൽ ഏതാണെന്നൊക്കെയുള്ള ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഊരി വിട്ടിട്ടുണ്ട്. അതിന് ആ സ്ക്രൂകളെല്ലാം നമുക്ക് അഴിക്കണം. ഓരോ ടി വി തുറക്കുന്നതും ഓരോ ടൈപ്പാണ്. ഇതിപ്പോൾ ഫ്രെയിംലെസ് ടി വി ആണ്. അപ്പോൾ അടിയിലത്തെ ആ ഒരു ബീഡിങ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അടിയിൽ മാത്രമേ എൻ്റെ ഒരു ഫ്രെയിം വരത്തുള്ളൂ. അതുകൊണ്ട് അത് സ്ക്രൂ ആയിരിക്കും, ചിലത് ഇത് ക്ലിപ്പായിരിക്കും വരുന്നത്. അതുകൊണ്ട് പല ടി വിയും പല ടൈപ്പായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു ടി വി നമുക്ക് എങ്ങനെ പാനൽ മാറാമെന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പാനലുകളും പല ടൈപ്പുകളുണ്ട്. 32 ഇഞ്ച് ടി വിയാണ് ഈ തുറക്കുന്നത് എങ്കിലും പാനലുകൾ പല ടൈപ്പാണ്. ഇതിപ്പോൾ ഒറ്റ കോഫ് മാത്രം വരുന്നത്, അതായത് ഗ്ലാസ്സിൽ നിന്ന് ബോർഡിലേക്ക് വരുന്ന ഒരൊറ്റ കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ തുറക്കുന്ന ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. ചിലതിൽ 3, 4 ഒക്കെ വരുന്ന കോഫുകൾ വരുന്ന ടി വികളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ പല രീതിയിലാണ് മാറുന്നത്. ഇപ്പം നമ്മൾ ഫ്രെയിംലെസ് ടി വി എങ്ങനെയാണ് തുറക്കുന്നതെന്നും ഫ്രെയിംലെസ്സിൻ്റെ പാനൽ എങ്ങനെയാണ് ഇളക്കുന്നതെന്നൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അതായത് പാനൽ ബോഡിയുമായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബാക്ക് ലൈനിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചെറിയ ഒരു എക്സ്റേ പോലത്തെ ഒരു ചെറിയൊരു ഷീറ്റ് വേണം. ഏത് ടി വിയുടെ ബോട്ടം സൈഡിൽ, ഇത് ബോട്ടം സൈഡാണ്. അവിടെ നിന്ന് ആ പാനലിനകത്തുകൂടെ, അവിടെ മാത്രമായിരിക്കും ഗമ്മില്ലാതിരിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒറ്റ കൈ കൊണ്ട് ഇത് ഇളക്കുകയും മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടായിരിക്കാം, വീഡിയോയിൽ ചെറിയ പാകപ്പിഴകളൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്ത് പോകാനാണ് ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ ആ വശത്ത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ അപ്പുറത്തെ വശത്ത് ഇതുപോലെ ആ ഒരു എക്സ്റേ ഫിലിം ഇട്ട് ഈ ഗമ്മിനെ കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ 3 വശവും നമ്മൾ ഇതുപോലെ ഈ എക്സ്റേ ഫിലിം ഓടിച്ചതിന് ശേഷം ഈ ഒരു ഷീറ്റ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ ആ ഗമ്മിൽ നിന്ന് വിടിയിക്കാനാണ് നമ്മളിപ്പം ഇതുപോലെ ഈ ഒരു എക്സ്റേ ഫിലിം നമ്മളിങ്ങനെ ആ ഗ്ലാസ്സിനകത്തൂടെ ഓടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചൊട്ടിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പൊട്ടിയ പാനലായതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി പൊട്ടിയതായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ബാക്ക് ലൈറ്റ് മാറാനൊക്കെ വേണ്ടി മാത്രം ഇത് തുറക്കുമ്പോൾ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത് ടി വി ഒക്കെ തുറക്കുന്ന ചേട്ടന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. അവർ ഇതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ അവരുടെ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. എങ്ങനെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ പാനൽ മാറ്റിയതിന് ശേഷം ഈ ബീഡിങ്ങിന് ചുറ്റുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ബ്ലാക്ക് കളർ സ്റ്റിക്കർ തന്നെയാണ്. അതിനെ നമ്മൾ നല്ലതുപോലെ മാറ്റിയതിന് ശേഷം മാത്രമേ പുതിയ പാനൽ നമുക്ക് വയ്ക്കാവൂ. കൂടാതെ നമ്മളിത് പൊട്ടിയ പാനലാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കുറച്ച് ഗ്ലാസിൻ്റെ അംശങ്ങളൊക്കെ ഈ സ്റ്റിക്കറിൻ്റെ കൂട്ടത്തിൽ ഒട്ടിയിരിപ്പുണ്ട്. അതിനെല്ലാം കൈയൊന്നും മുറിയാതെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിതെല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നഖത്തിനെ പറ്റിയുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. വളരെ നീളം കൂടിയ നഖമാണ് എൻ്റെ ഇടത് കൈയിലെ തള്ളവിരലിലെ നഖം വളരെ നീളം കൂടിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വളർത്തുന്നതാണ്. ഈ സ്റ്റിക്കർ ഇളക്കുമ്പോഴത്തേക്കും ചില ടി വികളിൽ വളരെ എളുപ്പം ഇത് ഇളകിപ്പോയി. പക്ഷേ മറ്റ് ചില ടി വികളിൽ സാംസങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചുരണ്ടി ഇളക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കൂടാതെ ബാക്ക് ലൈറ്റാണ് നമ്മൾ മാറാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കണം. പാനലിൻ്റെ പുറകിലുള്ളതും പൊട്ടാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് ചുരണ്ടി ഇളക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 32 ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇളക്കാനുള്ളൂ. അപ്പോൾ 50 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ ഇളക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ സൈഡിലും കുറച്ച് ഇളക്കാനുണ്ട്. അവിടെ ആ പൊട്ടിയ ഗ്ലാസിൻ്റെ ആ പാനലിൻ്റെ കുറച്ച് അംശം ഇരിപ്പുള്ളതുകൊണ്ട് അത് നമ്മൾ മാറ്റിയതിന് ശേഷം അതിനടിയിലുള്ള സ്റ്റിക്കറുകളും എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് നല്ല ക്ലീനാക്കി ആ ഡിസ്പ്ലേയുടെ ആ ഒരു വെള്ള ഷീറ്റ് ഇട്ടിരിക്കുന്ന അതും അതിൽ ഈ പൊടിയൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കിയിട്ട് മാത്രമേ നമുക്ക് പുതിയ പാനൽ വയ്ക്കാൻ പറ്റുള്ളൂ. പുതിയ പാനൽ വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഇളക്കിയ സ്റ്റിക്കറെല്ലാം നമുക്ക് പുതിയത് തിരിച്ചൊട്ടിക്കണം. ഈ ഫ്രെയിംലെസ് ടി വിയുടെ ഒരു കുഴപ്പമാണത്. ഫ്രെയിമുള്ള ടി വി ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറി അങ്ങ് അടച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഫ്രെയിംലെസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റിക്കറിൻ്റെ ഒരു പരിപാടിയുണ്ട്.
അത് ഓരോ ടി വിക്കും ഓരോന്നാണ് വരുന്നത്. 32 മുതൽ 43 വരെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറുണ്ട്. അതിന് ഓരോ മോഡലിനനുസരിച്ച് സ്റ്റിക്കറുകളുടെ ക്വാളിറ്റിയും അതിൻ്റെ ഗമ്മിൻ്റെ കാഠിന്യവും ഒക്കെ മാറി മാറി വരും. ഇപ്പോൾ ഇത് 32 ഇഞ്ച് ടി വി വെക്കാനുള്ള സ്റ്റിക്കറാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അത് 3 സൈഡിലും, 4 സൈഡല്ല 3 സൈഡ്, താഴത്തെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള വലതുവശത്തും ഇടതുവശത്തും മുകളിലത്തെ വശത്തും നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റിക്കർ ഒട്ടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കൈയും വെച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. അതുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയരുത്. കുറച്ച് നീളത്തിന് വാല് പോലെ നമ്മൾ ഇതുപോലെ വെളിയിൽ ഓരോ എൻഡ് നമ്മൾ പുറത്തേക്കിടണം. അപ്പം ഈ അപ്പുറത്തെ സൈഡിലും ഒരു എൻഡ് പുറത്തേക്കിടണം. എന്നിട്ട് നമ്മളിതാ അത് എന്തിനാണെന്നൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ ആ ഒരു പശയുള്ള ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയണം. ഇതിനെ ഇളക്കിയിട്ട് ഈ കാണുന്നത് പോലെ അതിൻ്റെ മുകളിലുള്ള വളരെ നല്ല ഒട്ടിയിരിക്കുന്ന സാധനമാണ്. കുറച്ച് നേരം മെനക്കെട്ടാൽ മാത്രമേ, പിന്നെ പോരാന്നിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ടി വിക്കൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് നമ്മുടെ സ്ഥലം. വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക. നമ്മളിവിടുന്ന് ആളെ വരും. പാനൽ മാറാനൊക്കെ ഉള്ളതാണെങ്കിൽ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ സാധനം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ മുകളിലത്തെ ആ പശ ഇല്ലാത്ത ആ ഗ്ലാസ് ഒരു ഇതുണ്ടല്ലോ, സ്റ്റിക്കർ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. നമ്മൾ ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി വെക്കുന്നതും കൂടെ ഉണ്ട്. അതെന്തിനാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പം നമ്മൾ ഈ 3 വശത്തതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. എന്തിനാണെന്നൊക്കെ ഇപ്പം അറിയാമെന്നുള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടും. അതിൻ്റെ അങ്ങനെ തന്നെയാണോ നിങ്ങളും, അതായത് ഇത് ചെയ്യുന്ന ചേട്ടന്മാരും ഇതുപോലെയാണോ ചെയ്യുന്നതെന്നോട് ഒന്ന് പറഞ്ഞേക്കണം, കമൻറ്റായിട്ട് ഇട്ടേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരമാണ് നമ്മുടെ സ്ഥലം. നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് മാത്രമേ നമുക്ക് നിലവിൽ സർവീസുള്ളൂ. ദൂരം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്ന ആൾക്കാരുണ്ട്. ഇനി അഥവാ ഇപ്പം തിരുവനന്തപുരം വിട്ട് കൊല്ലം, തൃശ്ശൂർ, ആലപ്പുഴ എന്നൊക്കെ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ സർവീസ് സെൻറ്റർ നടത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് കൂടെ വർക്ക് ഇപ്പം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളവരും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ 4 വശത്തെ സ്റ്റിക്കറുകളും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാനൽ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് പരിപാടിയൊന്നുമില്ല. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് പാനലാണോ ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പുതിയ പാനലാണ് നമ്മൾ ഇടുന്നത്. ആദ്യം നമ്മൾ ഈ പാനൽ കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ഇതിപ്പം പാനൽ ഇട്ടില്ല, പൂർണ്ണമായിട്ട് നമ്മൾ ഇട്ടില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ബോഡിയുടെ മുകളിൽ നമ്മൾ കൊണ്ടുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ടി വി നമ്മൾ കണക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. പശയൊന്നും ഇളക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ വെച്ച പുതിയ ഡിസ്പ്ലേയുടെ അടിവശത്ത് ഒരു സ്റ്റിക്കറുണ്ട്, അത് ഇളക്കിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ലൈൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിട്ട പുതിയ പാനലിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് പിടിച്ച് കൊടുത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് ഓണാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കത് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഓണാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലഗ് ചെയ്ത് നമുക്കൊന്ന് ഓണാക്കാം. നമ്മൾ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. എംഐയുടെ ടി വി ഓണായി, ലോഗോ വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ലോഗോ മാറിയതിന് ശേഷം നമുക്കടുത്ത പ്രോഗ്രാം ഗൂഗിൾ ടി വി എന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ്, കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കാണിക്കുക എന്ന് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ ടി വിക്ക് വരയോ കുറിയോ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് നമ്മൾ നേരെ പുതിയ പാനൽ പൊക്കിയതിന് ശേഷം അതിനടിയിൽ ഒരു സ്റ്റിക്കറുണ്ട്, ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കറുണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പാനലിൽ നമ്മളിത് ഫിക്സ് ചെയ്യാവൂ. നമ്മളതിനെ പതുക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിന് കറക്റ്റ് ആ ബോഡിയിൽ ആ 4 വശവും കൃത്യമായിട്ട് വീഴുന്ന ഇതിൽ തന്നെ വയ്ക്കുക. മടക്കി വെച്ചിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ആ ഒരു പേപ്പറിൽ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അങ്ങ് പൊക്കോളും. ഇത് 2 വശത്തും വച്ചിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പുറത്തെ വശം, ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കട്ടായി പോകുന്നുള്ള പേടി വേണ്ട. എങ്കിലും നമ്മളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് അപ്പുറ വശത്തും കൂടെ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഗമ്മ് കളഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 3 വശത്തെയും സ്റ്റിക്കർ ഇതുപോലെ പതുക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പുറമേ ഉള്ള ആ സ്റ്റിക്കർ അങ്ങ് മാറുകയും പാനൽ ബോഡിയിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും.
ഇതിപ്പോൾ നമ്മളിതാ 3 വശത്തെയും സ്റ്റിക്കർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു നല്ല തുണി കൊണ്ട് പതുക്കെ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ ഗമ്മൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് തടവി കൊടുക്കുമ്പോഴത്തേക്കും ആ ഗമ്മ് അതിൽ കൃത്യമായിട്ട് പിടിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പതുക്കെ ആ ബോഡി നമ്മൾ അഴിച്ച സാധനങ്ങളൊക്കെ പതുക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേറ്റവും പാടുള്ള പണിയെന്ന് പറയുന്നത് പാനൽ പൊട്ടാതെ ഈ ഒരു ബീഡിങ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ആ ലോക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പാനലിൻ്റെ അടിയിൽ പോകുന്ന സ്ട്രിപ്പുകളൊക്കെ അതിലൊന്നും തട്ടാതെ അതിനകത്തൊരു ഐസി ഒക്കെ ഉണ്ട്, അതൊന്നും പൊട്ടാതെ നമ്മൾ ഇത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പതുക്കെ വേണം ഇതെല്ലാം ചെയ്യാൻ, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ സ്ക്രൂവിനിടയിൽ കൂടെയൊക്കെ ഇതിപ്പോൾ സെയിം പാനൽ തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഈ പാനൽ മാറിയിട്ട് നമ്മൾ വേറൊരു പാനൽ ഇടുമ്പോഴത്തേക്കും കോപ്പുകളുടെ എണ്ണം കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും ഇത് ചെറിയ ഓൾട്രേഷൻ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ചില കിട്ടാത്ത മോഡലിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയായിരുന്നു. അതെല്ലാം പിടിച്ചിട്ടതിന് ശേഷം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം LVDS നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ സ്ട്രിപ്പ് ഈ പാനലിലോട്ട് പിടിച്ച് കൊടുക്കുക. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേ ഇളക്കേണ്ടി വരും. അതിന് മുന്നേ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇത് ബാക്ക് കവറൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് സ്പീക്കറിൻ്റെ കണക്ഷനും പിന്നെ സ്വിച്ചിൻ്റെ കണക്ഷനും കൂടാതെ വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയൊക്കെ ആ ഒരു പിന്നെല്ലാം കൃത്യമായിട്ട് എവിടെ എന്നൊക്കെ ഉള്ളത് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് കൊടുക്കുക. ഈ മാർക്ക് ചെയ്ത് ഇപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. എവിടെ നിന്നാണ് നമ്മൾ ഇളക്കിയ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് ഇളക്കിയതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. സ്ഥിരം നിത്യാഭ്യാസം ഞാനേ എടുക്കുമല്ലോ, അതുപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അറിയായിരിക്കും. അതുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എടുത്ത് വെക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ച് തന്നെയാണ്, ഫോട്ടോ എടുത്ത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ കണക്ഷനും ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷനും പവർ കേബിളും സ്വിച്ചിൻ്റെ കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്ക് കവർ ഇട്ട് അടയ്ക്കുക. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ ടി വിയും ഓരോ രീതിയിലാണ് തുറക്കേണ്ടത്. ഓരോ സൈസിലുള്ള ടി വികളും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇത് തുറക്കുന്ന പോലെയല്ല സോണിയുടെ ടി വി തുറക്കുന്നത് അല്ലെങ്കിൽ സാംസങ്ങിന് തുറക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും തുറക്കേണ്ടത്. സാംസങ്ങിന് ചിലപ്പോൾ ഇതുപോലെ സ്ക്രൂ ഇടേണ്ട ആവശ്യം പോലും വരത്തില്ല, സ്ക്രൂലെസ് ആയിട്ടുള്ള മോഡലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ടി വി എല്ലാം അടച്ചു ഓണാക്കുകയാണ്. നമ്മൾ നേരത്തെ ഒന്ന് ചെക്ക് ചെയ്തതാണ്, എങ്കിലും നമുക്ക് കുറച്ച് നേരം കൂടെ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടി വരണം. ഇപ്പം ടി വി ഓണായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവർ കസ്റ്റമർ കൊണ്ടുവന്നത് ബ്രാക്കറ്റോടെയാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. മറന്ന് ഒരിടവും വെച്ചിട്ട് പൊക്കളയരുത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പാനൽ മാറണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ കയറിയിട്ട് സ്മാർട്ട് ഗൂഗിൾ ടി വിയാണ്, അപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് നമ്മളൊന്ന് ഒരു വീഡിയോ 4K വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുന്നത്. ഞാൻ കൂടുതലും ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K വീഡിയോസാണ്. ന്യൂട്രൺ ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലാണ് നമ്മൾ കൂടുതലും ചെക്ക് ചെയ്യാൻ എടുക്കുന്നത്. ന്യൂട്രൺ ബ്ലോഗ്സ് പിക്കോളിയൻസ് എന്ന് പറയുന്ന പിക്കോളിയൻസ് പൈപ്പ് എന്ന് പറയുന്ന ചാനലുണ്ട്. വൈൽഡ് ലൈഫുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരുന്നാണ്ട് ഇത് പിക്കോളിയൻസിൻ്റെ ചാനലാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് 4K വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ 4K വീഡിയോസ് തന്നെയാണ് പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാനൽ മാറുന്ന ഒരു 32 ഇഞ്ച് ടി വിയുടെ പാനൽ മാറുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.